ഉദുമയിൽ പോലീസുകാരൻ ചമഞ്ഞ് ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പണം നൽകാതെ മുങ്ങിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2.5 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് തട്ടിയെടുത്തത്. പോലീസുകാരൻ ചമഞ്ഞ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണം വാങ്ങി പണം നൽകാതെ മുങ്ങിയ തട്ടിപ്പു വീരനെ തേടി ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2.60 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഉദുമയിലെ ജ്വല്ലറിയിൽ നടത്തിയത്. മുൻപും കാസർഗോഡ് ജില്ലയിലെ പലയിടത്തുമായി നിരവധി പേരെ കബളിപ്പിച്ചുവന്ന മനു എന്ന തട്ടിപ്പു വീരനാണ് ഇയാളെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാളെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് ബേക്കൽ പോലീസ്. ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയ ശേഷം പണം നൽകാതെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് ബേക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 27 ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണെന്നും അഖിൽ രാജാണ് പേരെന്നും പറഞ്ഞ് തട്ടിപ്പുകാരൻ എത്തിയത്. പിന്നീട് വൈകിട്ടാണ് ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള പുഷ്പലത ജ്വല്ലറിയിൽ നിന്നും പ്രതി 16.200 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയത്. ഇതിന്റെ തുക ബാങ്ക് അക്കൗണ്ട് വഴി നൽകാമെന്ന് വിശ്വസിപ്പിച്ച ശേഷം പണം നൽകാതെ മുങ്ങുകയായിരുന്നുവെന്നാണ് പരാതി. സ്വർണ്ണമുദ്രം, മാല, അരഞ്ഞാണം എന്നിവ ഉൾപ്പെടെ മൊത്തം 2,60,500 രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് നഷ്ടമായതെന്ന് ജ്വല്ലറി ഉടമ കളനാട് തൊട്ടി സ്വദേശിയായ ഗണേശൻ പറഞ്ഞു. ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിക്ക് 1:30 ഇടയിൽ ഒരാൾ പറഞ്ഞു ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ ക്രൈം പോലീസാണ് ഞാൻ. അഖിൽ രാജ് എന്നാണ് പേര്. 7 മാസമായിട്ട് ഞാൻ ജോലി തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ താമസം മുതിയക്കാലിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞിരെ ഒരു വയസ്സറിയിച്ചതിന് കൊടുക്കാൻ വേണ്ടി ഒരു കൈച്ചെയിൻ, ആദ്യം ഒരു മോതിരം ചോദിച്ചു. അപ്പോൾ മോതിരം എൻ്റെ അടുത്തില്ല. അപ്പോൾ ഒരു കൈച്ചെയിൻ വേണം. ഞാനൊരു 6 ഗ്രാമിൻ്റെ കൈച്ചെയിനും പിന്നെ 2 ഗ്രാമിൻ്റെ മോതിരം എടുത്തു. അതിനെല്ലാം 1,29,500 റുപ്യ എൻ്റെ അക്കൗണ്ടിലേക്ക് അയാൾ ഗൂഗിൾ പേ ചെയ്തു. ഗൂഗിൾ പേ ആകുന്നില്ല, അതുകൊണ്ട് നെഫ്റ്റാക്കി. അവരെ പിന്നെ ഓഫീസിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഇവിടെ ഞാനുണ്ട്, എൻ്റെ സാലറി അക്കൗണ്ടിൽ നിന്ന് ഒരു 1,29,500 പുഷ്പലത ജ്വല്ലറി എന്ന് പറഞ്ഞ ഗണേശ എന്ന് പറഞ്ഞ അവരുടെ പേരിലേക്ക് 1,29,000 നിങ്ങൾ അയച്ചു തരണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അക്കൗണ്ടിലേക്ക് വന്നിട്ടായിട്ടാകുമ്പോൾ സാധനം എടുത്തിട്ട് അവർ പോയിട്ടായിട്ട് പിന്നെ ഏകദേശം ഒരു 4 മണിയുടെ ഉള്ളിൽ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ചെയിൻ വേണം, എൻ്റെ അളിയൻ IASൻ്റെ മാർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവനൊരു സാധനം, ഒരു സംഭാവന ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രസൻറ്റേഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വേണം, ചെയിൻ. അതിന് 1,31, അത് 8 ഗ്രാമിൻ്റെ ഒരു സച്ചിൻ ചെയിനാണ്. ഇതെല്ലാം കൊടുത്തിട്ട് ഇതും മെസ്സേജ് ആദ്യം പൈസ ഇതിലിട്ടു. അപ്പോൾ എനിക്ക് ഈ മെസ്സേജിൻ്റെത് എനിക്ക് വലിയ അറിയുന്നില്ല. എൻ്റെ ബാങ്കിൻ്റെ രണ്ടാമത് ബാങ്കുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ പൈസയിലെത്തിയിട്ട് ഇത് ഫ്രോഡാണ്. അങ്ങനെ പെട്ടെന്ന് ഞാൻ ബേക്കൽ മനോജ് എസൈനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു അഖിൽ രാജ് എന്നൊരു ക്രൈം പോലീസ് ഇവിടെ ഉണ്ടോ? അപ്പോൾ ഞാൻ അന്വേഷിക്കട്ടെ. ബേക്കൽ അങ്ങനെ ഇല്ല, കാഞ്ഞങ്ങാടൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ കാഞ്ഞങ്ങാടാകുമ്പോൾ ഇല്ല. അപ്പോൾ ഫ്രോഡ് നമുക്ക് മനസ്സിലായി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്തു. കൊല്ലം സ്വദേശിയാണെന്നും 7 മാസമായി ബേക്കലിൽ സ്റ്റേഷനിൽ ജോലി ചെയ്തു വരികയാണെന്നും ഉദുമ മുതിയക്കാലാണ് താമസമെന്നും പറഞ്ഞത്. ജ്വല്ലറി ഉടമയായ ഗണേശിന്റെ വീടിനടുത്തുള്ള പോലീസുകാരുടെ പേരടക്കം പറഞ്ഞതോടെയാണ് വിശ്വാസം വന്നത്. നെറ്റ് ബാങ്ക് വഴി 2 തവണ 2 രൂപയിൽ താഴെ പണം അയച്ച് ബാങ്കിന്റെ മെസ്സേജ് കിട്ടുന്നുണ്ടല്ലോ എന്ന് തിരക്കുകയും ചെയ്തു. മെസ്സേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞ ശേഷമാണ് വാങ്ങിയ സ്വർണത്തിന്റെ മുഴുവൻ തുകയും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. സെർവർ തിരക്ക് കാരണം 2 മണിക്കൂർ വരെ പണം ക്രെഡിറ്റ് ആക്കാൻ സമയം എടുക്കാറുണ്ടെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു. സമയം ഒരുപാട് കഴിഞ്ഞിട്ടും പണം ക്രെഡിറ്റ് ആകാതിരുന്നതോടെയാണ് കബളിപ്പിക്കപ്പെട്ടതായി വ്യക്തമായതെന്നും സ്വർണ്ണ വ്യാപാരി ഗണേശൻ പറഞ്ഞു. ജ്വല്ലറിയിലെ CCTV ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് ഇതിനു മുൻപ് കാസർഗോഡ് അടക്കം വഞ്ചനാ കേസുകൾ ഉൾപ്പെടെയുള്ള മനുവാണ് ഇയാളെന്ന് പോലീസ് വ്യക്തത വരുത്തിയത്. പ്രതിയെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.